എല്ലാവർക്കും നമസ്കാരം. ടോസ് അക്കാഡമിയുടെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ കേട്ടറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. എല്ലാവരും പഠിച്ചു തുടങ്ങി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഈ ഒരു കേട്ടറ്റ് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് എന്ന് പറഞ്ഞാൽ അധ്യാപകരാകാൻ ആഗ്രഹിക്കുന്ന ആളുകളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടിട്ടുള്ളൊരു എക്സാമാണ്. നിങ്ങൾക്കറിയാം, നമ്മുടെ LP-UPൻ്റെ നോട്ടിഫിക്കേഷൻ വരാനിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ആ ഒരു നോട്ടിഫിക്കേഷൻ്റെ മുൻപേ ആയിട്ടുള്ള അവസാനത്തെ ഒരു കേട്ടറ്റായിരിക്കും ഇത് എന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ ഒരു എക്സാം ക്വാളിഫൈ ചെയ്യുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സബ്ജക്റ്റ് വയസ്സുള്ള എല്ലാ ടോപ്പിക്കുകളും, അതായത് നിങ്ങളുടെ സബ്ജക്റ്റിൽ നിങ്ങൾക്ക് കുറച്ചധികം അറിവുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ നമ്മുടെ സബ്ജക്റ്റിൽ നമ്മളെപ്പോഴും കോൺഫിഡൻ്റ് ആയിരിക്കും. അപ്പോൾ ഇതിൽ നമുക്ക് മാർക്ക് പോവുക എന്ന് പറയുന്നത് മലയാളം, ഇംഗ്ലീഷ് തുടങ്ങിയിട്ടുള്ള ഭാഗങ്ങൾ വരുമ്പോഴാണ് മറ്റ് സബ്ജക്റ്റുകാരെ സംബന്ധിച്ച് നമുക്ക് മാർക്ക് പോകുന്നത്. അപ്പോൾ അത്തരത്തിൽ നമ്മുടെ പാർട്ട് 2 മലയാളം എന്ന് പറയുന്ന എല്ലാ സബ്ജക്റ്റുകാർക്കും കോമൺ ആയിട്ട് വരുന്ന ഒരു ടോപ്പിക്കാണ് പാർട്ട് 2 മലയാളം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സബ്ജക്റ്റിൽ അല്ലെങ്കിൽ ആ ഒരു ടോപ്പിക്കിൽ മുൻപ് വന്നിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കാം, ഒന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. ഏത് രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്, എങ്ങനെയുള്ള ക്വസ്റ്റ്യൻസുകളാണ് വരുന്നത് എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുമ്പോൾ നമുക്കൊരു സിലബസ് തന്നിട്ടുണ്ടല്ലേ. അപ്പോൾ ആ സിലബസ് പ്രകാരമുള്ള ഏകദേശം 90% ടോപ്പിക്കുകളിൽ നിന്നും എല്ലാ തവണയും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ സിലബസ് കയ്യിലില്ലാത്തവരുണ്ടായിരിക്കും, അല്ലെങ്കിൽ സിലബസ് നോക്കി ഇതുവരെ പഠിക്കാത്തവരുണ്ടായിരിക്കും, സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആളുകളുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. നമ്മുടെ സിലബസിൽ അല്ലെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കൂടുതലായിട്ടും കണ്ടുവരുന്ന ചോദ്യങ്ങൾ എന്ന് പറയുന്നത് സാഹിത്യം, പഴഞ്ചൊല്ല്, ശൈലി, അവധാരണം, വ്യാകരണം, ബോധനശാസ്ത്രം, പദശുദ്ധി, വാക്യശുദ്ധി, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ സാധാരണ കണ്ടുവരുന്ന ചോദ്യങ്ങൾ. ഇതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളാണ് കണ്ടുവരുന്നത്. അപ്പോൾ സാഹിത്യം എന്ന് പറയുമ്പോൾ അതിൽ കഥയുണ്ട്, കവിതയുണ്ട്, നോവലുണ്ട്, അതുപോലെ തന്നെ ആത്മകഥ, ജീവചരിത്രം, മറ്റ് നിരൂപണ ഗ്രന്ഥങ്ങൾ തുടങ്ങിയ സാഹിത്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ഭാഗത്തു നിന്നും ചോദ്യങ്ങൾ വന്നിട്ടുള്ളതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു ഭാഗം, ഇന്ന ഭാഗത്തു നിന്നാണ് കൂടുതൽ ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ കഥയിൽ നിന്നാണ് കൂടുതൽ ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്, കവിതയിൽ നിന്നാണ് കൂടുതൽ ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ വരുമ്പോഴും അതിൽ മാറി മാറി എല്ലാ ഭാഗങ്ങളിൽ നിന്നും ചോദ്യങ്ങൾ വന്നിട്ടുള്ളതായിട്ട് കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ കവിതയാണെങ്കിൽ കവിതയെ കൂടുതലും വരികൾ ചോദിച്ചിട്ട് അത് ആരുടെ വരികളാണ് അല്ലെങ്കിൽ ഏത് കവിതയിലെ വരികളാണ് എന്നുള്ളതാണ് ചോദ്യം വന്നിട്ടുള്ളത്. ഇനി നോവൽ, അതുപോലെ തന്നെ ചെറുകഥയിലേക്ക് വരുമ്പം കഥാപാത്രങ്ങൾ ചോദിച്ച് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ കൃതികളും കർത്താക്കളും തന്നിട്ട് അതിൽ ആരുടേതാണ് കറക്റ്റായിട്ടുള്ളത് എന്നുള്ള രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് കൃതികളും തന്നിട്ടുണ്ടാവും, കർത്താക്കളും തന്നിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ കൃതികളും അതേത് വിഭാഗമാണ്, യാത്രാവിവരണമാണോ, ജീവചരിത്രമാണോ, ആത്മകഥയാണോ, അതിൽ തെറ്റായതേത്, ശരിയായതേത്, അത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് സാഹിത്യവുമായി ബന്ധപ്പെട്ടിട്ട് വന്നിട്ടുള്ളത്. ഇനി പഴഞ്ചൊല്ല് ശൈലിയിലേക്ക് വരുമ്പോൾ നമ്മൾ സാധാരണ പഴഞ്ചൊല്ലുകൾ ഓരോ സന്ദർഭത്തിന് അനുയോജ്യമായിട്ട് നമ്മൾ നമ്മുടെ നിത്യജീവിതത്തിൽ തന്നെ പറയാറുണ്ടല്ലേ. നമ്മളപ്പോൾ അത്തരം പഴഞ്ചൊല്ലുകൾ നമ്മൾ ഉപയോഗിക്കുന്നത് ഓരോ സിറ്റുവേഷന് അനുയോജ്യമായിട്ടാണല്ലേ. അപ്പോൾ ഒരു സിറ്റുവേഷൻ നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷന് അനുയോജ്യമായിട്ട് നമ്മൾ പഴഞ്ചൊല്ലപ്പോൾ യൂസ് ചെയ്യും. അതുപോലെ തന്നെ നമുക്കൊരു പഴഞ്ചൊല്ല് തരും, അതിൻ്റെ അർത്ഥം, അതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ ഓപ്ഷനായിട്ട് ഉത്തരമായിട്ട് വരിക. അപ്പോൾ അത് നമ്മൾ കറക്റ്റായിട്ട് തിരഞ്ഞെടുത്ത് എഴുതുക എന്നുള്ളതാണ്. അതുപോലെ ശൈലി ആയാലും കറക്റ്റ് മീനിങ്, അല്ലെങ്കിൽ ഈ ശൈലിയോട് യോജിച്ച രീതിയിലുള്ള മറ്റ് ശൈലികൾ ഏത്, അത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് വന്ന് കണ്ടിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് ഏറ്റവും എളുപ്പം എന്ന് പറയുന്നതും മുഴുവൻ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് അവധാരണമാണ്. അവധാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു കവിത തരും, എന്നിട്ട് ആ കവിതയിൽ നിന്നും 5 ചോദ്യങ്ങൾ, അല്ലെങ്കിൽ നമുക്കൊരു പാരഗ്രാഫ് തരും, അല്ലെങ്കിൽ ആ പാരഗ്രാഫിൽ നിന്നും ഒരു 5 ചോദ്യങ്ങൾ. അതാണ് അവധാരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ചോദ്യവും ഉത്തരവും അതിൽ തന്നെ ഉണ്ട്. നമുക്കത് വായിച്ച് ശ്രദ്ധാപൂർവം വായിച്ച് കണ്ടെത്തിയാൽ നമുക്ക് ആ 5 മാർക്ക് ഫുൾ സ്കോർ ചെയ്യാൻ കഴിയും. ഇനി ചില ക്വസ്റ്റ്യൻ പേപ്പറിലാകട്ടെ ഭാഗ്യമെന്നോണം 2 അവതരണമൊക്കെ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകളുണ്ട്, 2 പാരഗ്രാഫ്. അപ്പോൾ ടോട്ടൽ നമുക്ക് അതിൽ നിന്നും 10 മാർക്ക് വീതം കിട്ടും അല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസൊക്കെ വരികയാണെങ്കിൽ നമുക്ക് വളരെ ഭാഗ്യമാണ് എന്ന് തന്നെ പറയാം. 10 മാർക്ക് നമുക്ക് വായിച്ച് കറക്റ്റ് ഉത്തരം നോക്കി കണ്ടെത്തി നമുക്കതിൽ മാർക്ക് ചെയ്യാൻ കഴിയും. ഓക്കെ,
അപ്പോൾ അതാണ് അവധാരണം എന്ന് പറയുന്നത്. ഇനി വ്യാകരണത്തിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിൽ നമുക്ക് അനുപ്രയോഗം, അതുപോലെ തന്നെ സന്ധികൾ, സമാസങ്ങൾ, വിഗ്രഹിക്കൽ, ഇതൊക്കെ വ്യാകരണവുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. പിന്നെ ഇതിൽ വരുന്ന മറ്റൊരു കാര്യം ബോധനശാസ്ത്രമാണ് അല്ലേ. ബോധനശാസ്ത്രം നമ്മൾ പെഡഗോജി എന്ന് പറയുന്ന നമ്മുടെ സൈക്കോളജിയും അതുപോലെ എല്ലാ ഭാഗങ്ങളും ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഭാഗമാണ് ബോധനശാസ്ത്രം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ബോധനശാസ്ത്രം എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരേപോലെ അറിയുന്ന കാര്യമാണ് അല്ലേ. അതിപ്പോൾ ഏത് സബ്ജക്റ്റ് എടുത്ത ആളുകൾക്കായാലും ബോധനശാസ്ത്രത്തെക്കുറിച്ച്, പെഡഗോജിയെക്കുറിച്ചൊരു ധാരണയുണ്ടായിരിക്കും. നമ്മുടെ സബ്ജക്റ്റിനോടൊപ്പം തന്നെ ഈ പെഡഗോജിയും എല്ലാവരും കോമൺ ആയിട്ട് പഠിക്കുന്നതായതുകൊണ്ട് അതെല്ലാവർക്കും അറിയുന്നതായിരിക്കും. പക്ഷേ മലയാളം അല്ലെങ്കിൽ ഇംഗ്ലീഷ് എന്ന് പറയുന്ന വിഷയങ്ങൾ അത് സ്ഥിരമായിട്ട് കൈകാര്യം ചെയ്യുന്ന ആളുകൾക്ക് മാത്രമായിരിക്കും അതിൽ കുറച്ചൊരു കോൺഫിഡൻ്റ് ആയിട്ട് നിൽക്കാൻ കഴിയുക. ഈ സബ്ജക്റ്റ് എനിക്ക് ഇത് ഈസിയാണ് എന്ന് തോന്നുന്ന ആൾക്കാർ അത് സ്ഥിരമായിട്ട് കൈകാര്യം ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് മെയിനായിട്ട് പഠിച്ച ആളുകൾ, കോർ വിഷയമായിട്ട് പഠിച്ച ആളുകൾക്കായിരിക്കും അതിൽ കുറച്ച് കോൺഫിഡൻറ്റ് ഉണ്ടാവുക. ഓക്കെ. അപ്പോൾ പദശുദ്ധി, വാക്യശുദ്ധി എന്ന് പറയുമ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് പ്രയോഗിക്കുന്ന പദങ്ങളിൽ വരുന്ന തെറ്റുകൾ, എഴുതുമ്പോൾ വരുന്ന തെറ്റുകൾ, അതാണ് പദശുദ്ധി, വാക്യശുദ്ധി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിനെ കുറിച്ചൊരു ചെറിയ ഐഡിയ ഉണ്ടാകാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും എന്നറിയാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ അറിവിലേക്കായി ജസ്റ്റ് പറഞ്ഞു തന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കറിയാം ഇതിൽ ബോധനശാസ്ത്രം എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരേപോലെ അറിയാവുന്നതായതുകൊണ്ട് അതിൽ നിന്നും വന്നിട്ടുള്ള ചോദ്യങ്ങൾ ഞാൻ ഈ ഒരു നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. മലയാളത്തിൽ നിന്നും വന്നിട്ടുള്ള പാർട്ട് 2 മലയാളവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സാഹിത്യവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള കാര്യങ്ങൾ, ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിൻ്റെ സ്ട്രക്ചർ, അതിൻ്റെ വരുന്ന രീതി ഒന്ന് നോക്കാം. ഏതൊക്കെ വിഷയങ്ങളിൽ നിന്നാണ് അല്ലെങ്കിൽ ഏതൊക്കെ ഭാഗത്ത് നിന്നാണ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് എന്നൊന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് ശൈലികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളാണ്. ഓക്കെ. ഇതിലാദ്യത്തേത് അടിച്ചെടുക്കുക എന്ന ശൈലിയുടെ അർത്ഥം എന്ത്? നമ്മൾ സ്ഥിരം പറയുന്ന ഒരു സാധാരണ നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ ഫ്രണ്ട്സിനോടും അതുപോലെ തന്നെ നമ്മുടെ അടുത്ത റിലേറ്റീവ്സിനോടും നമുക്ക് ഏറ്റവും അടുപ്പമുള്ള ആളുകളോട് നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് അടിച്ചെടുക്കുക എന്നുള്ളതല്ലേ. അതൊരു ശൈലിയാണ്. അപ്പോൾ ആ ശൈലിയുടെ അർത്ഥം എന്താണ് എന്നാണ് ഇതിലുള്ള തന്നിട്ടുള്ള ചോദ്യം എന്ന് പറയുന്നത്. ഓപ്ഷൻ നോക്കുമോ? തന്ത്രത്തിൽ കൈക്കലാക്കുക, ആക്രമിച്ച് നേടുക, വിനയത്തിൽ ഒപ്പിക്കുക, യോഗ്യത കൊണ്ട് നേടുക. അപ്പോൾ നമുക്ക് ഇത് സാധാരണ നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിൽ പോലും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യനാണ് അല്ലേ. അടിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ പോയി, അപ്പോൾ അവിടെ നിന്നൊരു സാധനം എടുത്തു. അപ്പോൾ നമ്മൾ പറയും ഇത് ഞാൻ അവൻ്റെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റിയതാണ് എന്ന് പറയും. അടിച്ചു മാറ്റിയെന്ന് പറഞ്ഞാൽ ഞാൻ അവൻ്റെ അടുത്ത് നിന്ന് കൈക്കലാക്കിയതാണ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ അടിച്ചെടുക്കുക എന്നുള്ള ശൈലി ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? തന്ത്രത്തിൽ കൈക്കലാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ അടിച്ചെടുക്കുക എന്നുള്ളതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് തന്ത്രത്തിൽ കൈക്കലാക്കുക എന്നുള്ളതാണ്. അടുത്ത ചോദ്യം, ചെണ്ട കൊട്ടിക്കുക എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? കളിയാക്കുക, ജോലി ചെയ്യിക്കുക, കുറ്റപ്പെടുത്തുക, വേദനിപ്പിക്കുക അല്ലേ. ചെണ്ട കൊട്ടിക്കുക എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് കളിയാക്കുക എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ ചെണ്ട കൊട്ടിക്കുക എന്നുള്ള ശൈലി ഉപയോഗിക്കുന്നത്. ഇനി മറ്റൊരു ശൈലി നോക്കാം. ചർവിത ചർവണം എന്ന പ്രയോഗം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? പറയാത്തതിനെക്കുറിച്ച് പറയൽ, പറഞ്ഞതിനെക്കുറിച്ച് വീണ്ടും പറയൽ, അറിയാത്ത കാര്യത്തെക്കുറിച്ച് പറയൽ, പൂർത്തിയാകാത്ത കാര്യത്തെക്കുറിച്ച് പറയൽ. അപ്പോൾ എന്താണ് ചർവിത ചർവണം എന്ന് പറയുന്നത്? നിങ്ങൾ പശു, ആട് ഇത്തരത്തിലുള്ള നാൽക്കാലികളെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കും. അതായത് ഇവർ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ, ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഇവർ പുല്ല് തിന്ന് കഴിഞ്ഞാൽ ഇവർ കുറേ കഴിഞ്ഞതിന് ശേഷം ഇവരുടെ പല്ലിൻ്റെ ഇടയിലൊക്കെ ഈ പുല്ലിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് അവർ വീണ്ടും എടുത്തിട്ട് ഇങ്ങനെ ചവയ്ക്കും അല്ലേ. വീണ്ടും ഇങ്ങനെ അയവിറക്കുക എന്ന് പറയില്ലേ, അതിനെയാണ് ഇവിടെ ചർവിത ചർവണം എന്ന് പറയുന്നത്. അപ്പോൾ അവർ ചെയ്ത കാര്യം തന്നെ വീണ്ടും വീണ്ടും ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ. ഈ ഓൾറെഡി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതാണ്, പിന്നെ വായിലുള്ള ബാക്കി അതിൻ്റെ ചെറിയ ചെറിയ കഷ്ണങ്ങൾ വീണ്ടും വീണ്ടും ഇങ്ങനെ ചവച്ച് ഇങ്ങനെ അയവിറക്കുന്ന രീതിയിലാണ് ചർവിത ചർവണം എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ നമ്മളിവിടെ ചെയ്യുന്നത് എന്താണ്? പറഞ്ഞതിനെക്കുറിച്ച് തന്നെ വീണ്ടും വീണ്ടും പറയുന്നതിനെയാണ് ചർവിത ചർവണം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ പറഞ്ഞതിനെക്കുറിച്ച് വീണ്ടും വീണ്ടും പറയുന്നതിനെയാണ് ചർവിത ചർവണം എന്ന് പറയുന്നത്. ഓക്കെ. അപ്പം ചില ആളുകൾക്ക് പറഞ്ഞത് തന്നെ വീണ്ടും വീണ്ടും പറയുമ്പോൾ
ഒരു അസ്വസ്ഥത ഉണ്ടാവും, ഒരു ഇറിറ്റേഷൻ ഉണ്ടാവും അല്ലേ. അപ്പോൾ അങ്ങനെ നിങ്ങൾ വീട്ടിലാരെങ്കിലും നിങ്ങളോട് ഒരു കാര്യം പറഞ്ഞത് തന്നെ വീണ്ടും വീണ്ടും പറയുമ്പം നിങ്ങൾ ഇങ്ങനെ പറയണം, ചർവിത ചർവണം നടത്തല്ലേ എന്നുള്ളത് പറയണം. ഓക്കെ. അപ്പോൾ ഇത്തരത്തിൽ ശൈലികൾ അല്ലെങ്കിൽ പഴഞ്ചൊല്ലുകൾ നമ്മൾ ഓരോ ടോപ്പിക്കിൽ നിന്നും ഓരോ ക്വസ്റ്റ്യൻ വീതം അല്ലെങ്കിൽ 2 ക്വസ്റ്റ്യൻ വീതമാണ് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ കഴിയുക. അല്ലാതെ ഒന്നിലധികം ക്വസ്റ്റ്യൻസ് ഒരു ടോപ്പിക്കിൽ നിന്നും വന്നിട്ടുള്ളൊരു രീതി ഇതുവരെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ശൈലികളിൽ നിന്ന് അല്ലെങ്കിൽ പഴഞ്ചൊല്ലിൽ നിന്നൊക്കെ ഒരു ക്വസ്റ്റ്യനിൽ ഒരു ചോദ്യം മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഒത്തിരി പഠിച്ചു പോയി എന്ന് വിചാരിച്ച് നമുക്കെല്ലാം കിട്ടണമെന്നില്ല. നമ്മൾ പഠിക്കാത്ത കാര്യങ്ങളായിരിക്കും ചിലപ്പം ക്വസ്റ്റ്യൻ പേപ്പറിൽ വരിക. അപ്പോൾ നമ്മൾ വിഷമിക്കൊന്നും വേണ്ട. നമ്മൾ ഇത്തരത്തിലുള്ള സാധാരണ രീതിയിൽ നമ്മൾ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ടായിരിക്കും, അത് നമുക്ക് ഓൾറെഡി അറിയാം അതിൻ്റെ അർത്ഥം ഇന്നതാണെന്ന്. അതുകൊണ്ടാണല്ലോ നമ്മൾ സന്ദർഭോചിതമായിട്ട് ശൈലികളും പഴഞ്ചൊല്ലുകളൊക്കെ ഉപയോഗിക്കുന്നത്. അത്തരത്തിൽ നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങൾ മാത്രം നിങ്ങൾ എന്ത് ചെയ്യാം, പഠിക്കാം. അപ്പം നമുക്ക് ഞാൻ കുറച്ച് ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് ഇപ്പോൾ ഇതിൽ പറഞ്ഞുതരാം. എല്ലാം കൂടി നമുക്ക് പറയാൻ കഴിയില്ല. ഇത് ജസ്റ്റ് നമ്മൾ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് മാത്രം ചെയ്യുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ ഒന്നും കൂടി പറഞ്ഞു തരാം ഇതുമായി ബന്ധപ്പെട്ട്. നോക്കൂ, ശ്ലോകത്തിൽ കഴിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ശ്ലോകത്തിൽ പറയുന്നത്, ശ്ലോകം എന്ന് പറഞ്ഞാൽ എന്താ, വരികളാണല്ലേ. അപ്പോൾ നമുക്ക് ഒരു വലിയ ആശയം നമ്മളെന്ത് ചെയ്യും, വരികളിൽ പറയുന്നതിനെയാണ് ശ്ലോകത്തിൽ കഴിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ചുരുക്കി പറയുക എന്നുള്ളതാണ്. ചുരുക്കി പറയുക എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത്, ശ്ലോകത്തിൽ കഴിക്കുക എന്നതിൻ്റെ അർത്ഥം. ഇനി നാന്ദി കുറിക്കുക. നാന്ദി കുറിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ കഥകളിയൊക്കെ തുടങ്ങുന്നതിന് മുന്നേ പറയുന്ന അത്തരത്തിലുള്ള അതിനെയാണ് നാന്ദി കുറിക്കുക എന്ന് പറയുക. അപ്പോൾ നാന്ദി കുറിക്കാൻ തുടക്കം കുറിക്കുക. ഹരിശ്രീ കുറിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്, തുടക്കം കുറിക്കുക. നമ്മൾ ഇപ്പോൾ നമ്മുടെ നവമിയും ദശമിയൊക്കെ കഴിഞ്ഞതേ ഉള്ളൂ അല്ലേ. അപ്പോൾ നമ്മൾ നമ്മുടെ കുട്ടികളെ എഴുത്തിനിരുത്തിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മളത് ഹരിശ്രീ കുറിക്കുന്നത് എന്താണ്, ആദ്യമായിട്ട് നമ്മൾ വിദ്യ അഭ്യസിക്കുന്നതിലേക്ക് കടക്കുകയാണ്. അപ്പോൾ അതിനെയാണ് ഹരിശ്രീ കുറിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അതും എന്ത് തന്നെയാണ്, തുടക്കം കുറിക്കുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഇത് നമ്മൾ പറയുന്നത് വ്യാകരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ വ്യാകരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള 1-2 ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഭാഗം എന്ന് പറയുന്നത് സന്ധി എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗമാണ്. സന്ധിയിൽ നമുക്ക് ചേർത്തെഴുത്തും വരാം, പിരിച്ചെഴുത്തും വരാം. ഓക്കെ, ചേർത്തെഴുത്തും വരാം, പിരിച്ചെഴുത്തും വരാം. അപ്പോൾ ചേർത്തെഴുതാനും അതുപോലെ തന്നെ പിരിച്ചെഴുതാനും നമുക്ക് അറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, സന്ധികൾ ആദ്യം പഠിക്കണം. ഓക്കെ, നിങ്ങൾക്ക് സന്ധികൾ അറിയാമായിരിക്കും എന്ന് വിചാരിക്കുന്നു. ആഗമസന്ധി, ലോപസന്ധി, ദിത്വസന്ധി, ആദേശസന്ധി, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിൽ നമുക്ക് എപ്പോഴും നമുക്ക് തെറ്റാൻ സാധ്യതയുള്ള 2 കാര്യങ്ങൾ, ഒന്ന് ആഗമസന്ധിയും ഒന്ന് ആദേശസന്ധിയുമാണ്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. ദ്വിത്വസന്ധിയൊക്കെ നമുക്ക് പിന്നെ അറിയാമായിരിക്കും. 2 വാക്കുകൾ തമ്മിൽ കൂടിച്ചേരുമ്പോൾ ഒന്ന് ഇരട്ടിക്കുന്നതിനാണ് നമ്മൾ ദ്വിത്വസന്ധി എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇത് ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ താമരക്കുളം അല്ലേ, താമരയും കുളവും ചേർന്നിട്ടാണ് എന്തുണ്ടാകുന്നത്, താമരക്കുളം എന്ന് വരുന്നത്. അപ്പോൾ താമര പ്ലസ് കുളം രണ്ടും കൂടി ചേരുമ്പോൾ ക എന്നുള്ള അക്ഷരം നമുക്ക് കിട്ടുന്ന ഉൽപ്പന്നം എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് ഉണ്ടല്ലോ, താമരയും കുളവും ചേർന്ന് കിട്ടുന്ന താമരക്കുളം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വാക്കിൽ എന്തുണ്ടായിരിക്കും, ക എന്നുള്ള അക്ഷരം ഇരട്ടിക്കും. അപ്പോൾ അത്തരത്തിലുള്ളതിനെയാണ് നമ്മൾ ദ്വിത്വസന്ധി എന്ന് പറയുന്നത്. ഇനി ലോപസന്ധി ആണെങ്കിലോ, ലോപസന്ധി എന്ന് പറയുന്നത് ഒന്ന് ലോപിച്ചു പോവുക, അതായത് 2 പദങ്ങൾ തമ്മിൽ കൂടിച്ചേരുമ്പോൾ അതിൽ ഒന്ന് ലോപിച്ചു പോകുന്നതിനാണ്, ഒരു അക്ഷരം അല്ലെങ്കിൽ ഒരു ശബ്ദം ലോപിച്ചു പോകുന്നതിനെയാണ് ലോപസന്ധി എന്ന് പറയുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് തണുപ്പ് പ്ലസ് ഉണ്ട് എന്ന് നമ്മൾ പറയാണ്. തണുപ്പ് പ്ലസ് ഉണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ അത് കൂട്ടിച്ചേർക്കുമ്പോൾ എന്താവും, തണുപ്പുണ്ട് എന്നാവും. അപ്പോൾ ആ ഉണ്ട് എന്നതിലെ ഉ എന്നുള്ള അക്ഷരം ലോപിച്ചിട്ട് അതിൻ്റെ ശബ്ദം മാത്രം എന്തിനോട് കൂടി ചേരുന്നു, പ എന്നുള്ള അക്ഷരത്തിനോട് കൂടി ചേരുന്നു അല്ലേ. തണുപ്പ് പ്ലസ് ഉണ്ട്, തണുപ്പുണ്ട് എന്ന് നമ്മൾ പറയുന്നു, അല്ലെങ്കിൽ തണുപ്പ് ഉണ്ട് എന്ന്. അത്തരത്തിലുള്ള പ്രയോഗം അത് തെറ്റാണ്. അപ്പോൾ നമ്മൾ കൂട്ടിച്ചേർത്ത് പറയും, 2 വാക്കുകൾ ഒരുമിച്ച് ചേർത്തിട്ടാണ് പറയേണ്ടത്. തണുപ്പ് പ്ലസ് ഉണ്ട്, തണുപ്പുണ്ട് എന്ന് പറയാം. അപ്പോൾ അതിൽ ഉ എന്നുള്ള അക്ഷരം പോവുകയാണ് ചെയ്യുന്നത്. അത്തരത്തിലുള്ളതിനെയാണ് നമ്മൾ ലോപസന്ധി എന്ന് പറയുന്നത്. ഇനി ആഗമസന്ധി എന്ന് പറയുമ്പോൾ 2 വാക്കുകൾ തമ്മിൽ കൂടിച്ചേരുമ്പോൾ മറ്റൊരക്ഷരം കടന്നു വരുന്നതിനെയാണ് ആഗമസന്ധി എന്ന് പറയുക. ആഗമം എന്ന് പറഞ്ഞാൽ വരിക എന്നാണുള്ള അർത്ഥം. അപ്പോൾ 2 അക്ഷരങ്ങൾ വരുന്നു, അല്ലെങ്കിൽ 2 വ്യത്യസ്ത അക്ഷരങ്ങൾ വരുന്നു എന്ന് ഓർത്ത് വെക്കുക കേട്ടോ. അപ്പോൾ ഈ ആഗമസന്ധിയിൽ 2 അക്ഷരങ്ങൾ നമ്മൾ വരുന്നു എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ് ഈ 2 അക്ഷരങ്ങൾ എന്ന് മനസ്സിലാക്കി വെച്ചാൽ നമുക്ക് കിട്ടാവുന്നതേ ഉള്ളൂ. അപ്പോൾ യ അതുപോലെ തന്നെ വ
ഈ രണ്ടക്ഷരങ്ങളാണ് ആഗമസന്ധിയിൽ എന്ത് ചെയ്യാം, കടന്നു വരുന്നത്. ഓക്കെ, അപ്പോൾ രണ്ട് പദങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളതൊന്ന് കൂട്ടിച്ചേർത്ത് വായിക്കുക. കൂട്ടിച്ചേർത്ത് വായിക്കുമ്പം നിങ്ങൾക്കതിൽ വ എന്നുള്ള അക്ഷരം കടന്നു വരുന്നോ അല്ലെങ്കിൽ യ എന്നുള്ള അക്ഷരം കടന്നു വരുന്നു എങ്കിൽ അത് എന്ത് തന്നെയായിരിക്കും, ആഗമസന്ധി തന്നെ ആയിരിക്കും. ഞാനൊരു ഉദാഹരണം പറയാം. നോക്കൂ, തിരു അധികം ഓണം. തിരു അധികം, അധികം എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ നടുവിൽ ചേർക്കുന്ന പ്ലസ് എന്നുള്ള ചിഹ്നത്തിനെയാണ് നമ്മൾ അധികം എന്ന് പറയുന്നത് കേട്ടോ. അത് മലയാളത്തിൽ നമ്മൾ അധികം എന്നാണ് വായിക്കുക. അപ്പോൾ തിരു അധികം ഓണം എന്നുള്ളത് നമ്മൾ കൂട്ടിച്ചേർക്കുമ്പോൾ എന്താവും, തിരുവോണം എന്നാവും അല്ലേ. അപ്പോൾ അവിടെ ഓ എന്നുള്ള അക്ഷരം പോയിട്ട് എന്താ വരുന്നത്, വ എന്നുള്ള അക്ഷരം വരുന്നു. ഓക്കെ, അപ്പോൾ അതിനെയാണ് അങ്ങനെ വരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാം, ആഗമസന്ധി എന്ന് പറയുന്നത്. ഇനി യ എന്നുള്ള അക്ഷരം വരുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. കര അധികം ഉള്ള എന്നെഴുതുമ്പോൾ നമ്മൾ എന്തെഴുതും, കരയുള്ള എന്നെഴുതും. അപ്പോൾ യ എന്നുള്ള അക്ഷരം കടന്നു വരുന്നത് കണ്ടില്ലേ. അപ്പോൾ അത്തരത്തിലുള്ളതാണ് ആഗമസന്ധി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ആദേശസന്ധി എന്ന് പറയുന്നത് ഒരക്ഷരം മറ്റൊരക്ഷരത്തിന് ആദേശം ചെയ്യാം. ഓക്കെ, നമ്മൾ രണ്ട് പദങ്ങളാണ് കൂടി ചേരുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ രണ്ട് പദങ്ങളിൽ ഒന്നുകിൽ അവസാനത്തെ പദത്തിലെ ആദ്യത്തെ പദത്തിലെ അവസാനത്തെ അക്ഷരത്തെ ആദേശം ചെയ്യും, തിരിച്ചും ആദേശം ചെയ്യും. അതിനെയാണ് നമ്മൾ ആദേശസന്ധി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ഞാൻ പെട്ടെന്ന് പറഞ്ഞത് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊരു ഐഡിയ ഉണ്ടായിരിക്കണം. അങ്ങനെ ഐഡിയ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ചേർത്തെഴുത്തും പിരിച്ചെഴുത്തും നമുക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ കഴിയുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ തന്നിട്ടുള്ള ചോദ്യം ഒന്ന് നോക്കാം. നിൻ്റെ അടുത്ത് എന്ന പദം ശരിയായി പിരിച്ചെഴുതുന്നത് എങ്ങനെ? ഇത് നമുക്ക് നമ്മുടെ ഇതിൻ്റെ റൂളുകളൊന്നും അറിയില്ലെങ്കിൽ പോലും നമുക്ക് ഇതൊന്ന് നമ്മുടെ ലോജിക്ക് വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ അല്ലേ. നിൻ്റെ അടുത്ത് എന്നുള്ളത് നമ്മൾ എങ്ങനെയാണ് പറയുക, നിൻ്റെ അടുത്ത് എന്നുള്ളത് അതൊരു ലോജിക്കാണ്. നമുക്ക് ഇത്തരം റൂളുകളോ ഇതിൻ്റെ നിയമങ്ങളോ ഒന്നും പഠിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് കിട്ടാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിൻ്റെ അടുത്ത് എന്നുള്ളത് എങ്ങനെയാണ് നമ്മൾ പിരിച്ചെഴുതുക, നിൻ്റെ അടുത്ത്. ഓക്കെ, നിൻ്റെ അടുത്ത് എന്നുള്ളതാണ് കൂട്ടിച്ചേർത്ത് എഴുതുമ്പോൾ എന്താവുന്നത്, നിൻ്റെ അടുത്ത് എന്നാവുന്നത്. അപ്പം നിൻ്റെയിലെ എ എന്നുള്ള ശബ്ദം അവിടെ പോവുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ എ എന്നുള്ള ശബ്ദം പോയിട്ട് ആ എന്നുള്ളത് കൂടിച്ചേരുന്നു. അപ്പം നിൻ്റെ അടുത്ത് എന്നാകുന്നു. ഓക്കെ, ക്ലിയറായി എന്ന് വിചാരിക്കുന്നു കേട്ടോ. ഈ ചോദ്യം ഒന്ന് നോക്കൂ. നന്മണി എന്ന പദം സന്ധി പിരിച്ചെഴുതുന്ന എങ്ങനെ? നൽ അധികം മണി, നൻ അധികം മണി, നന്മ അധികം മണി, നല് അധികം മണി. ഇതിൻ്റെ ഉത്തരം വരുന്നത് ഡി ആണ്, നല് അധികം മണി. അപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക, നന്മണി എന്ന് കിട്ടുന്നത്. ഓക്കെ, ഇത് ആദേശസന്ധിയിൽ വരുന്ന ഒരു ഉദാഹരണമാണ്. അപ്പോൾ ആദേശസന്ധിയിൽ സ്ഥിരമായിട്ട് ചോദിക്കുന്ന കുറച്ച് ഉദാഹരണങ്ങളുണ്ട്. നമ്മൾ അതൊന്ന് പഠിച്ച് വെക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് അത്തരം പദങ്ങൾ കണ്ടാൽ ഇത് ആദേശസന്ധിയാണ്, ഇത് ഇന്ന രീതിയിലാണ് പിരിച്ചെഴുതുക എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് നന്മണിയല്ലേ. ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ നെന്മണി എന്നും കണ്ടിട്ടുണ്ട്, നെന്മണി. അപ്പോൾ അത് നെല് അധികം മണി എന്ന് നമ്മൾ പിരിച്ചെഴുതും. അപ്പോൾ നമുക്ക് നെന്മണി എന്ന് കിട്ടും. ഇനി വിണ്ടലം. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും സെറ്റിൻ്റെതായാലും അതുപോലെ തന്നെ മറ്റ് നമ്മുടെ PSC ക്വസ്റ്റ്യൻസ് ആയാലും ചോദിച്ച് കണ്ടിട്ടുള്ളൊരു പദമാണ് വിണ്ടലം. വിണ്ടലം എന്ന് നമ്മൾ പിരിച്ചെഴുതുന്നത് വിൺ അധികം തലം എന്നുള്ളതാണ് വിണ്ടലം എന്ന് പിരിച്ചെഴുതുന്നത്. മറ്റൊരു പദം നന്നൂലാണ്. നന്നൂൽ, നല് അധികം നൂൽ എന്നാണ് നന്നൂലിനെ പിരിച്ചെഴുതുക. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള വാക്കുകൾ നിങ്ങൾ പഠിച്ചു വയ്ക്കുക, അത് ഇന്ന രീതിയിലാണ് എന്ന് പഠിച്ചു വയ്ക്കുക. ഓക്കെ, അപ്പം ഇതുപോലെയുള്ള ചോദ്യങ്ങളാണ് നമ്മുടെ ചേർത്തെഴുത്ത് പിരിച്ചെഴുത്ത് എന്നുള്ള ഭാഗത്ത് നിന്ന് സന്ധിയുമായി കണക്ട് ചെയ്തിട്ട് ഇത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് വരാറുള്ളത്. ഇനി മറ്റൊരു ചോദ്യ വിഭാഗം നോക്കാം കേട്ടോ. ഇനി ഈ ഒരു ചോദ്യവും വ്യാകരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യം തന്നെയാണ്. പിൻവിനേച്ചത്തിന് ഉദാഹരണം ഏത്? പോകാൻ പറഞ്ഞു, വന്നാൽ കാണാം, ചെയ്ത കാര്യം കണ്ടുവരുന്നു. ഓക്കെ, അപ്പോൾ ഇതിൽ ഓൾറെഡി ആൻസർ അടയാളപ്പെടുത്തിയത് കൊണ്ട് അതായിരിക്കും ആൻസർ എന്ന് നിങ്ങൾക്ക് ഊഹിക്കാം. പക്ഷെ അതെങ്ങനെ കിട്ടി എന്നുള്ളത് അറിയണമെങ്കിൽ നമ്മളെന്താണ് വിനേച്ചം, എന്താണ് പിൻവിനേച്ചം എന്നൊക്കെ അറിയണം. ഓക്കെ, അപ്പോൾ എന്താണ് വിനേച്ചം എന്ന് പറഞ്ഞാൽ? വിനേച്ചം എന്ന് പറഞ്ഞാൽ കൃതി തന്നെയാണ്. ഓക്കെ, കൃതിയുടെ മറ്റൊരു പേരാണ് വിന എന്ന് പറയുന്നത്. യച്ചം എന്ന് പറഞ്ഞാലും ക്രിയ എന്ന് തന്നെയാണ് അർത്ഥം. അപ്പോൾ ഇതിൽ ക്രിയയുടെ ഒരു വിഭാഗമാണ് വിനയച്ചം എന്ന് പറയുന്നത്. അതായത് രണ്ട് ക്രിയകൾ ഒരുമിച്ച് വരുന്നതിനെയാണ് വിനയച്ചം എന്ന് പറയുക. ഓക്കെ, രണ്ട് ക്രിയകൾ ഒരുമിച്ച് വരുന്നതിനെയാണ് വിനയച്ചം എന്ന് പറയുന്നത്.
ഉദാഹരണം പറയുകയാണെങ്കിൽ നടന്നു കണ്ടു അല്ലേ, നമ്മൾ പറയില്ലേ ഞാൻ അവിടെയൊക്കെ നടന്നു കണ്ടു എന്ന് പറയും. നടന്നു എന്നുള്ളതും കണ്ടു എന്നുള്ളതും എന്ത് തന്നെയാണ്? ക്രിയ തന്നെയാണ്. ഇങ്ങനെ രണ്ട് ക്രിയകൾ ഒരുമിച്ച് വരുന്നതിനെയാണ് വിനേച്ചം എന്ന് പറയാം. ഇനി ഈ വിനേച്ചത്തിൽ തന്നെ വീണ്ടും വിഭജനമുണ്ട്. അതാണ് മുൻവിനേച്ചം, പിൻവിനേച്ചം, നടുവിനേച്ചം, പാക്ഷിക വിനേച്ചം. ഓക്കെ, ഇതൊക്കെ വിനേച്ചത്തിൻ്റെ വിഭാഗങ്ങളാണ്. അപ്പം അതിൽ മുൻവിനേച്ചം എന്ന് പറഞ്ഞാൽ അതൊരു ഭൂതകാല ക്രിയയാണ്. അതിൻ്റെ പ്രത്യയം എന്ന് പറയുന്നത് ഈ ആണ്. ഓക്കെ, ഇനി പിൻവിനേച്ചം എന്ന് പറയുന്നത് അതൊരു ഭാവികാല ക്രിയയാണ്. അതിൻ്റെ പ്രത്യയം ആൻ എന്നുള്ളതാണ്. നടുവിനേച്ചം എന്ന് പറയുന്നത് അതിന് കാലമില്ല. അതിൻ്റെ പ്രത്യയം എന്ന് പറയുന്നത് ആ എന്നുള്ളതും ക, അക്ക, ഊക്ക, ഇതാണ് നടുവിനേച്ചത്തിൻ്റെ പ്രത്യയം എന്ന് പറയുന്നത്. പിന്നെ പാക്ഷിക വിനേച്ചം. അപ്പോൾ പാക്ഷിക വിനേച്ചത്തിൻ്റെ പ്രത്യയം എന്ന് പറയുന്നത് ഇൽ, കിൽ, ഉകിൽ, ആൽ. അതായത് ഇവിടെ പ്രത്യയങ്ങൾ എന്ന് പറയുന്നത് ഒരു വാക്കിൻ്റെ കൂടെ, അല്ലെങ്കിൽ ഇവിടെ നമ്മൾ ക്രിയയാണ് പറയുന്നത്, ക്രിയയുടെ കൂടെ ഈ പറയുന്ന പ്രത്യയങ്ങൾ എന്ന് പറയുന്ന ഈ വാക്കുകൾ കൂടി ചേരുമ്പോഴാണ് അത് പിൻവിനേച്ചം അല്ലെങ്കിൽ മുൻവിനേച്ചം അല്ലെങ്കിൽ തൻവിനേച്ചം, നടുവിനേച്ചം ഒക്കെ ആകുന്നത്. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി ഇതിൽ പറയാനുള്ളത് തൻവിനേച്ചം. ഓക്കെ, വിനേച്ചത്തെ അഞ്ചായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. അതിൽ തൻവിനേച്ചത്തിന് പ്രത്യയം എന്ന് പറയുന്നത് ഏ എന്ന്, അവേ, ഏ, അവേ, ഇത് രണ്ടുമാണ് തൻവിനേച്ചത്തിൻ്റെ പ്രത്യയം എന്ന് പറയുന്നത്. ഓക്കെ, പിൻവിനേച്ചം, മുൻവിനേച്ചം, തൻവിനേച്ചം, നടുവിനേച്ചം, പാക്ഷിക വിനേച്ചം. നമ്മൾ എല്ലാത്തിൻ്റെയും പ്രത്യയങ്ങൾ വളരെ പെട്ടെന്നൊന്ന് പറഞ്ഞു പോയി. അപ്പോൾ നോക്കൂ, പിൻവിനേച്ചം എന്ന് പറയുന്നത് എങ്ങനെ ഓർത്ത് വയ്ക്കുക? പിന്നെ വരാനുള്ളത് എന്ന് ഓർത്ത് വയ്ക്കുക. പിന്നെ എന്ന് പറഞ്ഞാൽ പിന്നെ എപ്പോഴോ വരാനുള്ളതാണ്, നമുക്കറിയില്ല. അപ്പോൾ അത് ഭാവിയിൽ വരാനുള്ളതാണ്. അപ്പോൾ അതിന് ഭാവി കാലമാണത്. അപ്പോൾ അതിൻ്റെ ഭാവി കാലത്തിൻ്റെ പ്രത്യയം എന്ന് പറയുന്നത് ആൻ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് പോകാൻ പറഞ്ഞു എന്നുള്ളത് എങ്ങനെയാണ് വന്നത് എന്നിപ്പോൾ കിട്ടിയില്ലേ. അപ്പോൾ ക്രിയയുടെ കൂടെ ആൻ എന്നുള്ള പ്രത്യയം കൂടി ചേർത്ത് കഴിഞ്ഞാൽ അതെന്താവും? പിൻവിനേച്ചമാവും. പോകാൻ, പോകുക എന്നുള്ള ക്രിയയോടുകൂടി ആൻ ചേർത്തപ്പോൾ പോകാൻ എന്നായി. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇനി ഈ സാഹിത്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു ചോദ്യമാണ്, വളരെ എളുപ്പത്തിലുള്ളൊരു ചോദ്യമാണിത്. മലയാളത്തിലെ ആദ്യത്തെ ഖണ്ഡകാവ്യമായി കരുതപ്പെടുന്ന കൃതി ഏത്? കണ്ണുനീർത്തുള്ളി, മലയവിലാസം, നളിനി, മഗ്ദലന മറിയം. ഓക്കെ, അതിൻ്റെ ഉത്തരം മലയവിലാസമാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ മലയാളത്തിൽ ആദ്യത്തെ കൃതിയുണ്ട്, ആദ്യത്തെ ലക്ഷണമൊത്ത കൃതിയുണ്ട്, ആദ്യം പ്രസിദ്ധീകരിച്ച കൃതിയുണ്ട്, ആദ്യം എഴുതിയിട്ടുണ്ടെങ്കിലും ആദ്യം പ്രസിദ്ധീകരിച്ചിട്ടുണ്ടാകുക ആ ഒരു വിഭാഗത്തിൽപ്പെട്ട മറ്റൊരു കൃതിയായിരിക്കും. അപ്പോൾ നമ്മൾ ഓരോന്നിൻ്റെയും പ്രത്യേകതകൾ അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? അതിനെ പഠിച്ചു വയ്ക്കണം. ഓക്കെ, അപ്പോൾ മലയാളത്തിലെ ആദ്യത്തെ ഖണ്ഡകാവ്യം എന്ന് പറയുന്നത് മലയവിലാസമാണ്. AR രാജരാജവർമ്മയാണ് അത് എഴുതിയിട്ടുള്ളത്. ഇനി ഇതിൽ ഓരോ കൃതികളും ആരൊക്കെയാണ് എഴുതിയിട്ടുള്ളത് എന്ന് പറയാം. അപ്പോൾ കണ്ണുനീർത്തുള്ളി എന്ന് പറഞ്ഞിട്ടുള്ള കൃതി എഴുതിയിട്ടുള്ളത് നാലപ്പാട്ട് നാരായണ മേനോനാണ്. ഇതൊരു വിലാപകാവ്യമാണ് കേട്ടോ, കണ്ണുനീർത്തുള്ളി. ഇനി നളിനി എന്ന കൃതി ആശാൻ്റെ കൃതിയാണ്, കുമാരനാശാൻ്റെ കൃതിയാണ് നളിനി എന്ന് പറയുന്നത്. നളിനിയും ദിവാകരനുമാണ് അതിലെ കഥാപാത്രങ്ങളായിട്ട് വരുന്നത്. അടുത്തത് മഗ്ദലന മറിയം എന്ന് പറയുന്നത് വള്ളത്തോളിൻ്റെ ഒരു കൃതിയാണ്. നമ്മുടെ ബൈബിളിലെ ഒരു കഥയാണ് ഇത് പറയുന്നത്. നിങ്ങൾക്ക് അറിയാമായിരിക്കും, നമ്മൾ ഇതിലെ മറിയം എന്ന് പറയുന്ന ആ ഒരു സ്ത്രീ ഒരു വേശ്യയായിട്ട് നടക്കുന്ന സ്ത്രീയാണ്. അപ്പോൾ ആ സ്ത്രീക്ക് മനസാന്തരം വന്നിട്ട് ഉള്ള ഒരു കാര്യങ്ങൾ പറയുന്ന ബൈബിളിലെ ഒരു കഥയാണ് അതിൽ പറയുന്നത്. എനിക്കത് കൃത്യമായിട്ട് അറിയില്ല, ഞാൻ ബൈബിളൊന്നും വായിക്കാത്തത് കൊണ്ട് എനിക്കതിനെക്കുറിച്ച് കൃത്യമായിട്ട് കഥ കൃത്യമായിട്ട് പറയാനറിയില്ല. ഇതിൽ കൃതിയിൽ പറയുന്നത് ഇങ്ങനെയാണ്: യേശു നടത്തുന്ന ഒരു അത്താഴത്തിൽ ഈ മറിയത്തിനെയും വിളിക്കും. അങ്ങനെ മറിയം അവിടേക്ക് വരുമ്പോൾ അവിടെയുള്ള ആളുകൾ അവരെ ആട്ടിപ്പായിക്കും. അപ്പോഴാണ് യേശു പറയുന്നത്, നിങ്ങളിൽ പാപം ചെയ്യാത്തവർ ഇവരെ കല്ലെറിയട്ടെ എന്ന് പറയുന്ന ആ ഒരു കാര്യങ്ങളാണ് ഈ മഗ്ദലന മറിയത്തിൽ പറയുന്നത് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മഗ്ദലന മറിയം പഠിക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ മറ്റ് 2 കൃതികൾ കൂടി പഠിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അതിലൊന്ന് ഉള്ളൂരിൻ്റെ പിങ്കള എന്ന് പറഞ്ഞിട്ടുള്ള കൃതിയും മറ്റൊന്ന് കുമാരനാശാൻ്റെ കരുണ എന്ന് പറഞ്ഞിട്ടുള്ള കൃതിയും. 3ഉം ഏകദേശം ഒരേ പോലെയുള്ള ആശയമാണ്, അല്ലെങ്കിൽ ഒരേ ഇതിവൃത്തമാണ് കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് മലയാളത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മലയാളത്തിൽ ആദ്യത്തേത് എന്ന് പറഞ്ഞിട്ട് കുറേ കൃതികളുണ്ട്. നോവലായാലും അതുപോലെ തന്നെ ചെറുകഥയായാലും യാത്രാവിവരണമായാലും അങ്ങനെ എല്ലാ വിഭാഗത്തിലും എന്നുണ്ട് ആദ്യത്തേത് എന്ന് പറഞ്ഞിട്ടുള്ള അതൊരു പ്രത്യേകത തന്നെയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ നമുക്ക് അത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങളൊന്ന് നോക്കാം. അപ്പോൾ മലയാളത്തിലെ ആദ്യത്തെ മഹാകാവ്യം എന്ന് പറയുന്നത് എന്താണ്?
രാമചന്ദ്രവിലാസമാണ്. ഓക്കെ, രാമചന്ദ്രവിലാസം അഴകത്ത് പത്മനാഭക്കുറുപ്പ് എഴുതിയിട്ടുള്ള കൃതിയാണ് രാമചന്ദ്രവിലാസം എന്ന് പറയുന്നത്. ആദ്യത്തെ ഖണ്ഡകാവ്യം ഇപ്പോൾ നമ്മൾ പറഞ്ഞു മലയവിലാസം എന്ന് പറയുന്നത്. ഇനി ആദ്യത്തെ ലക്ഷണമൊത്ത ഖണ്ഡകാവ്യം എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് നമ്മുടെ ആശാൻ്റെ വീണപൂവാണ്. ഓക്കെ, ആദ്യത്തെ ലക്ഷണമൊത്ത ഖണ്ഡകാവ്യം ഏതാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ആശാൻ്റെ വീണപൂവാണ്. ആദ്യത്തെ ഖണ്ഡകാവ്യം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് AR രാജരാജവർമ്മയുടെ മലയവിലാസമാണ്. ഇനി ആദ്യത്തെ സന്ദേശകാവ്യം, മലയാളത്തിലെ ആദ്യത്തെ സന്ദേശകാവ്യം ഉണ്ണുനീലി സന്ദേശം. മലയാളത്തിലെ ആദികാവ്യം അല്ലെങ്കിൽ മലയാളത്തിലെ ആദ്യത്തെ കൃതി എന്ന് ചോദിച്ചാലും നമ്മൾ എഴുതേണ്ട ഉത്തരം രാമചരിതമാണ്, ചീരാമൻ. ഓക്കെ, ഇനി മലയാളത്തിലെ ആദ്യത്തെ വിലാപകാവ്യം ഒരു വിലാപം, CS സുബ്രഹ്മണ്യൻ പോറ്റി. ഓക്കെ, ഒരു വിലാപം CS സുബ്രഹ്മണ്യൻ പോറ്റി. ഇനി ആദ്യത്തെ യാത്രാ വിവരണം വർത്തമാന പുസ്തകം പാറേമാക്കൽ തോമാ കത്തനാർ. ഇനി ആദ്യത്തെ നോവൽ എന്ന് പറയുന്നത് കുന്തലത അപ്പു നെടുങ്ങാടി. ആദ്യത്തെ ലക്ഷണമൊത്ത നോവൽ എന്ന് പറയുന്നത് ഇന്ദുലേഖ ചന്തുമേനോൻ. ഇനി ആദ്യത്തെ ചെറുകഥ എന്ന് പറയുന്നത് വാസനാവികൃതിയാണ്, വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാർ. ഇനി ആദ്യത്തെ ചമ്പുകാവ്യം ഉണ്ണിയച്ചി ചരിതം. ആദ്യത്തെ വഞ്ചിപ്പാട്ട് കുചേലവൃത്തം വഞ്ചിപ്പാട്ട് രാമപുരത്ത് വാര്യർ. ആദ്യത്തെ സാമൂഹിക നോവൽ ചോദിക്കുകയാണെങ്കിലും അത് ഇന്ദുലേഖ തന്നെയാണ്, ചന്തുമേനോൻ. ആദ്യത്തെ ചരിത്ര നോവൽ മാർത്താണ്ഡവർമ്മ, CV രാമൻപിള്ള. ആദ്യത്തെ രാഷ്ട്രീയ നോവൽ പാറപ്പുറം, K നാരായണ ഗുരുക്കൾ. ആദ്യത്തെ അപസർപ്പക നോവൽ ഭാസ്കര മേനോൻ, അപ്പൻ തമ്പുരാൻ. റിയലിസ്റ്റിക് നോവൽ ധൂമകേതുവിൻ്റെ ഉദയം, സർദാർ KM പണിക്കർ. ആദ്യത്തെ ടെക്നോളജി നോവൽ ഐസ്, GR ഇന്ദുഗോപനാണ് ആദ്യത്തെ ടെക്നോളജി നോവലായ ഐസ് എന്ന് പറഞ്ഞിട്ടുള്ള കൃതി രചിച്ചിട്ടുള്ളത്. ഇനി ആദ്യത്തെ ആത്മകഥ തന്നെയാണ് വൈക്കത്ത് പാച്ചുമൂത്തത്. ആദ്യത്തെ ലക്ഷണമൊത്ത ആത്മകഥ എൻ്റെ നാടുകടത്തൽ, സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. ആദ്യത്തെ സൈബർ നോവൽ നൃത്തം, M മുകുന്ദൻ. ആദ്യത്തെ ഓഡിയോ നോവൽ ഇതാണെൻ്റെ പേര്, സക്കറിയ. ആദ്യത്തെ നാടകം ശാകുന്തളം തർജ്ജമ. അഭിജ്ഞാന ശാകുന്തളത്തിൻ്റെ തർജ്ജമയാണ് മലയാളത്തിലുണ്ടായിട്ടുള്ള ആദ്യത്തെ നാടകം എന്ന് പറയുന്നത്. കേരളവർമ്മ വലിയ കോയി തമ്പുരാനാണ് അത് എഴുതിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് പഠിച്ചു വയ്ക്കാം. നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലെ എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് ഒരു വീഡിയോയിൽ ഒരു 20 മിനിറ്റ് അല്ലെങ്കിൽ 25 മിനിറ്റ് ഉൾക്കൊള്ളുന്ന ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ടാണ് 1-2 പാറ്റേണിൽ വന്നിട്ടുള്ള ഒരു മോഡലിൽ വന്നിട്ടുള്ള 1-2 ക്വസ്റ്റ്യൻസ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇത് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇത്തവണത്തെ കേട്ടറ്റ് നേടണം എന്ന് ഉള്ള ലക്ഷ്യത്തോടു കൂടി തന്നെ ഈ കേട്ടറ്റ് നേടിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് LP UP എഴുതാൻ കഴിയുള്ളൂ. അപ്പോൾ നമ്മുടെ മുന്നിലുള്ളത് ഒരു വലിയ അവസരമാണ്. നമുക്ക് ഒരു ഗവൺമെൻറ് ജോലിയിലേക്ക് എത്താനുള്ള നമ്മുടെ ഒരു പാഷൻ അതിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു അവസരമാണിത്. അവസാനത്തെ അവസരമായിട്ട് ഇതിനെ നിങ്ങൾ കാണുക. അപ്പോൾ നിങ്ങൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓക്കെ, ഓരോ ടോപ്പിക്കും കവർ ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യാം, പ്രീവിയസ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ പഠിച്ച ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. വീണ്ടും മറ്റൊരു വീഡിയോയുമായിട്ട് വരാം. താങ്ക് യു.